Hello, welcome to my YouTube channel. Your online miss is here with you. Today I would like to share with you the 9th standards physics. So, all are welcome. First of all, I think we can discuss the second chapter, that is equation of motion. Are you ready? Okay. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് കിട്ടും. സോ ഇക്വേഷൻസ് ഓഫ് മോഷൻ. വാട്ട് ഈസ് മോഷൻ? മോഷൻ മീൻസ് സംതിങ് വിച്ച് മൂവ്, റൈറ്റ്? എന്തെങ്കിലും ഒന്ന് മൂവ് ചെയ്യുന്നതാണ് നമ്മുടെ മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ മോഷന് there are mainly three equations. Okay, this is the basics of mechanics. Okay, then there are mainly three equations, but in order to derive these equations, we want to know about some key words. Okay, the first keyword is distance and displacement, that we already discussed in one of my class. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കാണുക. അപ്പോൾ വാട്ട് ഈസ് ഡിസ്റ്റൻസ് ആൻഡ് വാട്ട് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഡിഫറൻസ് എന്നത് വളരെ ക്ലിയർ ആവും. ദെൻ നെക്സ്റ്റ്, സ്പീഡ്. വാട്ട് ഈസ് സ്പീഡ്? നമുക്കെല്ലാവർക്കും സ്പീഡ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? എപ്പോഴാണ് സ്പീഡ് ഫീൽ ചെയ്യാറ്? അതെ, നിങ്ങളെന്തെങ്കിലും വാഹനത്തിൽ പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് സ്പീഡ് ഫീൽ ചെയ്യും. ഓക്കെ, ദെൻ വാട്ട് ഈസ് സ്പീഡ്? ഓക്കെ, that we want to know. Okay, then what is velocity also? What is velocity also we can discuss here. And the next about acceleration. നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ ചില സമയത്ത് കേട്ടിട്ടുണ്ടാവും, ലാസ്റ്റ് 8th സ്റ്റാൻഡേർഡിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ബട്ട് ഈവൻ ദോ വി നോ ദാറ്റ് ബട്ട് വി കാൺ സേ, ആ ഒരു പ്രോബ്ലം വരാറുന്ന കേസുകളാണ്. ഓക്കെ, സോ ലെറ്റ്സ് go through the speed, velocity and acceleration. Can you make a definition for the speed? Definition ഉണ്ടാക്കുന്നതിന് there is a trick. Okay, I think most of you know that is speed is distance divided by time. Speed distance divided by time ആണെന്നുള്ളത് നിങ്ങളിൽ മിക്കവാറും അറിയും. പക്ഷേ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ടാക്കുന്നത് നമുക്ക് ചെറിയ ബുദ്ധിമുട്ടല്ലേ. പക്ഷേ ഡെഫിനിഷൻ ഉണ്ടാക്കുന്നതിന് ട്രിക്ക് ഉണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഇൻ എനി ഫിസിക്സ് ഓർ ഇൻ എനി കോണ്ടെസ്റ്റിൽ ദിസ് ഡിവൈഡഡ് ബൈ ടൈം എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വേർഡ് യൂസ് ചെയ്യാം. ഓക്കെ, ദിസ് ഡിവൈഡഡ് ബൈ ടൈം ക്യാൻ ബി യൂസ്ഡ് ആസ്, അതിൻ്റെ മീനിങ് എന്താ? ഡിവൈഡ് ബൈ ടൈം അല്ലെ, ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെയും നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഇറ്റ് ഈസ് ഈക്വൽ ടു എന്ന് കണ്ടു കഴിഞ്ഞാൽ ദാറ്റ് പ്രോസസ് ഹാപ്പൻസ് ഇൻ 1 സെക്കൻഡ് എന്നാണ് അതിൻ്റെ മീനിങ്. ആ പ്രോസസ്സ് 1 സെക്കൻഡിൽ നടക്കുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ചെക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിവൈഡ് ബൈ ടൈം വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഡിവൈഡ് ബൈ ടൈം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന വേർഡ്. റെഡിയാണല്ലോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എന്ന വേർഡ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഇഫ് യു സീ ദ ഡിവൈഡഡ് ബൈ ടൈം, then you can use the rate of change of. Then can you define this speed? Let us try, right? So divide by time, there is rate of change of n, which divide by time? Distance. So rate of change of distance is known as speed. Easy alle? One more time, rate of change of distance is known as speed. Then what is the unit of speed? How can we find the unit? Yes, very correct, from the equation, right? What is the equation of speed? Speed equal to distance divided by time. Then what is the unit of distance? Distance നമ്മൾ ഏത് യൂണിറ്റിലൊക്കെയാണ് പറയാം? മീറ്റർ, കിലോമീറ്റർ ആൻഡ് ഓൺ. ഓക്കെ, ഇൻ 8th സ്റ്റാൻഡേർഡ് യു സ്റ്റഡീഡ് always when we ask the unit you should say the standard units, right? Standard units ലാണ് പറയണം. So distance the standard unit ആണ് meter. Then what is the standard unit of time? That is second. So the unit of speed is meter per second. Any doubt? Okay. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് ഐ വിൽ റിപ്ലൈ.
Okay, so unit of speed is meter per second. Now you can understand how can we make a definition and all, right? Definition and unit. So ഇത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ there's no need of a by heart or rote learning. Okay, so you should understand. Now you need only this equation. Then from that equation you can make the definition and the unit and all, right? Okay, then let's try the next. So what is the velocity? Velocity also, you know the equation, right? What is the equation of velocity? That is displacement divided by time. So you define, come on, say rate of change of displacement. Very correct. So rate of change of displacement is known as velocity. Then unit, what is the unit of displacement? Meter. And time? Second. So unit of velocity is meter per second. So you find the speed. The unit of, what is the speed of what is the unit of speed? That is meter per second. And then what is the unit of velocity? Meter per second. In both cases the unit is same, right? Okay. Then what is the difference between speed and velocity? Is there any difference? Do you feel speed? Yes, right. Then do you feel velocity? Yes. ഈ രണ്ട് കേസും വളരെ സിമിലർ ആണ്, ബട്ട് ദർ ഈസ് സം ഡിഫറൻസ്. ഓക്കെ, ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ടുള്ള റൂട്ട്, ഓക്കെ, ദ റൂട്ട് മേ ബി കേർവ്ഡ് ഓർ സംതിങ്, വളഞ്ഞു തിരിഞ്ഞ റോഡിലൂടെയാണ് നിങ്ങൾ വീട്ടിലേക്ക് എത്തുകയെന്ന് വെച്ചാൽ ദെൻ യു ഫീൽ സ്പീഡ്. Okay, if you are moving in a straight path, okay, with a constant speed, അങ്ങനെയാണെങ്കിൽ you feel velocity. ക്ലിയർ ആണോ? ഞാനൊന്നുകൂടി പറയാം. നമ്മുടെ സ്പീഡ് തന്നെയാണ് വെലോസിറ്റി, ബട്ട് ഷുഡ് ബി ഇൻ എ സ്ട്രെയിറ്റ് പാത്ത് ആൻഡ് ഇൻ എ യൂണിഫോം മോഷൻ. ഈക്വൽ, അതായത് ഒരേ സമയം നമ്മളിപ്പോൾ ഒരു 50 മീറ്റർ പെർ സെക്കൻഡാണ് നമ്മുടെ സ്പീഡെങ്കിൽ ഓരോ സെക്കൻഡിലും ഫസ്റ്റ് സെക്കൻഡ് 50 മീറ്റർ, സെക്കൻഡ് സെക്കൻഡിൽ 50 മീറ്റർ ആയിരിക്കണം, തേർഡ് സെക്കൻഡിൽ 50 മീറ്റർ. ഇങ്ങനെയൊക്കെ നമുക്ക് കഴിയും. എങ്ങനെയാകുമ്പം ദ റോഡ് മസ്റ്റ് ബി സ്മൂത്ത്, റോഡ് നല്ല സ്മൂത്ത് ആൻഡ് കേർവ്ഡ്, ഒരു കേർവും ഇല്ലാണ്ട് നല്ല സ്ട്രെയിറ്റ് പാത്തൊക്കെ ആണെങ്കിൽ വി ക്യാൻ മൂവ് ദിസ് ഈസ് ത്രൂ ദ യൂണിഫോം മോഷൻ, റൈറ്റ്? ആ കേസിൽ നമുക്ക് ഉണ്ടാകുന്നതാണ് വെലോസിറ്റി. ഓക്കെ, സ്പീഡ് സെയിം ആണ്, ബട്ട് അതിൻ്റെ ഡയറക്ഷൻ ഓൾവേസ് ചേഞ്ചസ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു കേർവ്ഡ് പാത്തൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ജംഗ്ഷനിലെത്തുമ്പോൾ വി വാണ്ട് ടു ടേൺ റൈറ്റ്, ഓക്കെ, ദെൻ നമ്മൾ ടേൺ ചെയ്തു, ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ മൂവ് ചെയ്യാം. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കണ്ടിന്യൂസ്ലി വി കാൺട്ട് മാനേജ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. ഓക്കെ, നൗ കൻ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ആൻഡ് വെലോസിറ്റി? Speed have no a particular direction or a uniform motion, but velocity both are similar, only change in this condition. Okay, in velocity it should continue a straight path and a similar. ഇതിന് നിങ്ങൾക്ക് ക്വാണ്ടിറ്റീസിലൊക്കെ കൂടുതൽ പഠിക്കാനുണ്ട്, that we will learn later. So അപ്പോൾ ഡെഫിനിഷൻ ഉണ്ടാക്കാൻ പഠിച്ചില്ലേ? So let's try, right? One more definition you please make. That acceleration. What is the equation of acceleration? Acceleration is, yes, very good, change in velocity divided by time. Then you made the definition. Yes, what is that? Rate of change in velocity. Rate of change in velocity. Correct. Rate of change in velocity is known as acceleration. Then what is the unit? How can we make the unit? Yes, from the equation, right? Then what is change in unit? Change in velocity. Change means only a mathematical difference, right? So there is no any problem. Then velocity, what is the unit of velocity? Yes, meter per second. Okay, then meter per second divided by what is here? Time. So meter per second divided by second, then what will become? We can write it as meter per second square. Okay, so the unit of acceleration is meter per second square. Okay, now we studied
how can we define speed, and how can we define velocity, and how can we define acceleration. Ready? Okay, then we can move to the equation of motion. In the first equation of motion, let's consider നമ്മളൊരു സ്റ്റോൺ, വി ഡ്രോപ്പ് എ സ്റ്റോൺ ഫ്രം എ ഹൈറ്റ്. നമ്മളൊരു കല്ല് ഒരു ഹൈറ്റിൽ കയറി നിന്നിട്ട് നമ്മൾ താഴേക്ക് ഇടുകയാണെങ്കിൽ, ഓക്കെ, ഇനീഷ്യൽ അതിൻ്റെ തുടക്കമുള്ള വെലോസിറ്റിയെ നമ്മൾ പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റിയെ നമ്മൾ യൂഷ്വലി ഡിനോട്ടഡ് ആസ് യു. റെഡിയാണല്ലോ? ദെൻ ഫൈനലി വേർ ഇറ്റ് റീച്ചസ് ഫ്ലോർ. ഇങ്ങനെ ഫ്ലോറിൽ റീച്ച് ചെയ്ത് കോൺസ്റ്റൻ്റ് ആവണതിന് തൊട്ട് മുമ്പ് ഇതൊരു മാക്സിമം വെലോസിറ്റി ഉണ്ടാവും അല്ലേ? Okay, that maximum velocity or final velocity, okay, ലാസ്റ്റിലുള്ള വെലോസിറ്റി നമ്മൾ ഫൈനൽ വെലോസിറ്റി, ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ v. Okay, so initial velocity u, then final velocity v. So what is acceleration? We already know, change in velocity divided by time. Okay, so what is the change in velocity here? How can we make change in velocity? Change in velocity should be initial velocity 0 യും നമ്മുടെ ഫൈനൽ വെലോസിറ്റി ഇനി ക്വാണ്ടിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് കാണാം? 40 - 0, റൈറ്റ്? അതുപോലെ തന്നെ ഫൈനൽ വെലോസിറ്റി വിയും ഇനീഷ്യൽ വെലോസിറ്റി യു ആയതുകൊണ്ട് സോ വി ക്യാൻ ഫൈൻഡ് v - u, then divide by t, right? Acceleration usually denoted as small a. Okay, so we can rewrite it as a equal to v minus u by t. Any doubt? No. Okay, then we can rearrange the equation to get in the form of equation of motion, or to make it ഒരു കുറച്ചുകൂടിയൊക്കെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലേ, നമുക്കതിനെ ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് the divide by time can be moving to left hand side. Okay, this t can move to left hand side. Then what will happen? The equation will rearrange and it becomes at equal to v minus u, right? Any doubt? Divide by t. What happened when t moves there? There only remains 1. So v minus u divided by 1 means v minus u. So the equation becomes at equal to v minus u. Then here we can convert this minus u into ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മൈനസ് യുവിനെ നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ ആകുമ്പോൾ എല്ലാം ഒരു പോസിറ്റീവ് നെഗറ്റീവ് നോ പ്രോബ്ലം. ഈവൻ ദോ നമ്മൾ അവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് ബിക്കംസ് പോസിറ്റീവ്. ദെൻ യു പ്ലസ് എ ടി ഈക്വൽ ടു വി. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ. ഇത്ര സിമ്പിളാണോ തോന്നുന്നുണ്ടോ? ഓക്കെ, ഞാനൊന്നുകൂടി പറയാം. ഇനീഷ്യൽ വെലോസിറ്റി ക്യാൻ ബി യൂസ്ഡ് ആസ് can be denoted as by u, and final velocity v. Then the equation of acceleration is equal to change in velocity divided by time, that is v minus u by t, right? Okay, then by rearranging we get at equal to v minus u. Then by converting minus u into left hand side, the equation becomes v is equal to u plus at. This is the first equation of motion. Okay, do you have any doubt? Then you can ask in the comment box. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫിസിക്സിനെ നമുക്ക് ഏറ്റവും എളുപ്പമാക്കാം അല്ലേ? ഓക്കെ, ദെൻ ഫിസിക്സിൻ്റെയും സയൻസിൻ്റെയും ഒക്കെ ക്ലാസ് 8th 9th 10th ഫിസിക്സ് കെമിസ്ട്രിയുടെ ക്ലാസ്സുകളാണ് മെയിനായിട്ട് നിങ്ങളുടെ ഈ മിക്സ് ഇതിലേക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ട് ട്യൂഷൻ പോലെ തരാൻ വിചാരിക്കുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. ഓക്കെ, ദിസ് കോളം എവിടെ കണ്ടിട്ടുണ്ടോ? യെസ്, ദിസ് ഈസ് എ കോളം ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരു കോളം തന്നിട്ടുണ്ട്. ഇത് ഐ ഓൾറെഡി ടോൾഡ് വെൻ നമ്മൾ നല്ല ഹൈറ്റിൽ പോയിട്ട് ഒരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്യാണ്. ഇനീഷ്യൽ സ്റ്റേറ്റിൽ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ സ്റ്റോപ്പ് വാച്ചൊക്കെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നൗ വാട്ട്സ് ദ ടൈം? 0 സെക്കൻഡ്, റൈറ്റ്? അപ്പോൾ ആ ഇനീഷ്യൽ സ്റ്റേജിൽ 0 സെക്കൻഡിൽ അതിന് വെലോസിറ്റി ഉണ്ട്. നമ്മൾ താഴേക്ക് ഇട്ടോ? ഇല്ല, അത് നമ്മുടെ കയ്യിലാണ്. സോ
അതിൻ്റെ ഇനീഷ്യൽ ടൈമിൽ 0 സെക്കൻഡിൽ വാട്ട് ഈസ് ഇറ്റ്സ് വെലോസിറ്റി 0 മീറ്റർ പെർ സെക്കൻഡ്. ദെൻ ഐ ജസ്റ്റ് ഡ്രോപ്പ്. ഓക്കെ, ആഫ്റ്റർ 1 സെക്കൻഡ് വാട്ട്സ് ഇറ്റ്സ് വെലോസിറ്റി? Its velocity is 10 meter per second. And one more second, at 2 seconds its velocity is equal to 20 meter per second. In third second its velocity reaches to 30 meter per second. And the fourth and the final, in this case, okay, in this case in the fourth second it reaches 40 meter per second. We just go through this table. What happens here? Here time continues in its particular same interval, right? 1 second difference. First one 0 1 2 3 4. Okay, each case ഓരോ കേസിലും 1 second ഡിഫറെൻറ്റ് മാത്രമാണ് ടൈം ഉള്ളത്. ദെൻ വെലോസിറ്റിയിലോ വെലോസിറ്റി ഓൾസോ ചേഞ്ചസ് ഇൻ സെയിം ഓർഡർ, റൈറ്റ്? ഫസ്റ്റ് ടൈം 10 meter per second. Then in the second time 10 കൂടി ഇൻക്രീസ് ചെയ്തിട്ട് 20 meter per second. The third 10 more added and it becomes 30 meter per second. In the fourth case also 10 more added, it becomes 40 meter per second. Can you find the acceleration in this case? Yes, we can check. We know acceleration is equal to v minus u by t. Then what is v here? Final velocity here? Here 40 meter per second is equal to v, right? So substitute it, 40. Then what is u here? 0. Very good. Then what is the time interval? From 0 second and 4 second, right? Here we take the velocity of 0 meter per second and 40. ഇവിടെ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി 0 meter per second എടുത്തു, ഫൈനൽ വെലോസിറ്റി 40 meter per second എടുത്തു. ഇതിൻ്റെ കറസ്പോണ്ടിങ് ടൈംസ് ഏതൊക്കെയാണ്? 0 second and 4 second. So what is the interval of time? 4 second. Very good. So substitute it. 40 minus a equal to 40 minus 0 divided by 4 second. What will become? 40 by 4 equal to 10 meter per second square. Unit, don't forget, write unit. Okay, so സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ മറക്കണ്ട, നമുക്ക് രസകരമായിട്ട് പഠിക്കാം അല്ലേ? സോ ഇതിൻ്റെ കൂടുതലായിട്ട് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ മാത്രമാണ് പറഞ്ഞത്. നെക്സ്റ്റ് നിങ്ങൾക്ക് നമുക്ക് കുറച്ചുകൂടി ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനൊക്കെ പഠിക്കാം. അതൊക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സോ താങ്ക് യു, സീ യു, ഹാവ് എ നൈസ് ഡേ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.